അതായത് മലയാറ്റൂര് ഇല്ലിത്തോട് മുളങ്കുഴിയിൽ കിണറ്റിൽ വീണ ഒരു കാട്ടാനക്കുട്ടിയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മണ്ണുമാന്തി യന്ത്രമൊക്കെ ഉപയോഗിച്ച് കിണറിടിച്ചാണ് ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രദീപ്, സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ആ കാട്ടാനക്കുട്ടി അത് തിരികെ കയറി വരാനുള്ള ഒരു കൗതുകം നമ്മൾ എല്ലാവർക്കും ഉണ്ട്. അതൊരു വശത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അത് ഏറെ നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടാകുമ്പോൾ ആ നാട്ടുകാർ എത്രത്തോളം ആശങ്കപ്പെടുന്നു എന്നുള്ളത്. ഈ ഒരു ദൗത്യം നടക്കുന്നതിനിടയിൽ പോലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രോഷമൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. പൂജ, ആനക്കുട്ടി എന്ന് പറയുമ്പോഴത്തെ ഒരു കൗതുകമോ കുട്ടിത്തമോ ഒന്നും ആ ആനക്കുട്ടി വളർന്ന് ഒരു ആനയായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സമീപകാല സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയപ്പാടോടുകൂടി മാത്രമാണ് വനമേഖലയ്ക്ക് അരികിലുള്ള ആളുകൾ താമസിക്കുന്നത്. ആ ഒരു ഭയപ്പാടിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് മലയാറ്റൂരിൽ ഇല്ലിത്തോട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറിനുള്ളിൽ കാട്ടാന വീണപ്പോൾ അവിടെ എത്തിയ നാട്ടുകാരിലും കാണാനായത്. ഏതാണ്ടൊരു 3 മണിക്കൂർ നീളുന്ന ദൗത്യത്തിനൊടുവിലാണ് ഈ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താനായത്. ഭാഗ്യമെന്നേ പറയേണ്ടു. കൃത്യം ഈ ആനക്കുട്ടിക്ക് നിൽക്കാൻ കഴിയുന്നത്ര ഒരു വട്ടം ഈ കിണറിനുണ്ടായിരുന്നു. അതിൽ 1 ഇഞ്ച് പോലും കൂടുതലില്ലായിരുന്നു താനും. മാത്രമല്ല അത് വീണപ്പം അതിൻ്റെ മസ്തകത്തിലും ഒപ്പം തുമ്പിക്കൈയിലുമൊക്കെ തൊലി പോയിട്ടുണ്ട്. മറ്റ് എടുത്തു പറയത്തക്ക പരിക്കുകളൊന്നുമില്ല. എന്തായിരുന്നാലും ഊർജ്ജസ്വലനായി തന്നെയാണ് വഴിയുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കാട്ടാന കാട്ടിലേക്ക് കയറിപ്പോയത്. അത് പോകുന്ന വഴി തിരിഞ്ഞു നിന്ന് 2 തവണ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ വെല്ലുവിളിക്കാനും മറന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇത്തരത്തിൽ കുട്ടിയാനകൾ ഒറ്റപ്പെട്ടു പോയാൽ അതിൻ്റെ തള്ളയാന ഉൾപ്പെടെ ആനക്കൂട്ടം അടുത്ത പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വനത്തിൽ ഒരുപാട് ഉള്ളിലല്ലാതെ ആ വലിയ ആനക്കൂട്ടം കാത്തു നിൽക്കുന്നുണ്ടാകും. അവരെത്തി ഈ ആനക്കുട്ടിയെ കൊണ്ടുപോയിക്കൊള്ളും എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതേസമയം ഈ രക്ഷാപ്രവർത്തനത്തോട് അവിടുത്തെ ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ഒക്കെ തങ്ങളുടെ പ്രതിഷേധവും വേദനയും ഒക്കെ അറിയിക്കുകയാണ് അവർ ചെയ്തത്. കഴിഞ്ഞൊരു 6 മാസമായി ഈ ഇല്ലിത്തോട് മേഖലയിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കോടനാട് മേഖലയിലുമൊക്കെ കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണ്. പക്ഷേ ഇതിനെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പല ആളുകളും വീടുകളിൽ രാത്രിയിൽ ഒരാൾ വീതം ഉറങ്ങാതെ മാറി മാറി കാത്തിരിക്കുകയാണ്. കാരണം കാട്ടാന വരികയാണെങ്കിൽ പടക്കം പൊട്ടിയോ അല്ലെങ്കിൽ പാട്ട് കൂട്ടിച്ചോ ഒക്കെ ഇതിനെ ഓടിക്കണം. അതല്ലെങ്കിൽ വീട്ടുകാരെ പുലർച്ചെ നടത്തി ഓടി രക്ഷപ്പെടണം. അതിനുവേണ്ടി ഉറങ്ങാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ പ്രദേശത്തുള്ളതെന്ന് അവർ പറയുന്നു. മാത്രമല്ല കുട്ടികൾക്ക് ഒറ്റയ്ക്ക് രാവിലെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി തോട്ടത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. കടയിൽ കൊണ്ടേ പാല് കൊടുക്കാൻ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അവരുടെ ജീവിതത്തെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ് ഈ കാട്ടാനകളുടെ ഈ അക്രമകാരികളായ കാട്ടാനകളുടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ സാന്നിധ്യം എന്ന് പറയുന്നത്. പല ആളുകൾക്കും റബ്ബർ തൈയൊക്കെ വെച്ചിട്ട് ഒരിക്കൽ പോലും അതിൻ്റെ ടാപ്പിങ്ങിലേക്ക് പോലും കടക്കാൻ സാധിക്കുന്നില്ല. കാരണം അതിനു മുമ്പേ ഇത് കുത്തിമറിച്ചിடும். മറ്റ് എന്ത് നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ്, പ്രത്യേകിച്ചും പെരിയാറിൻ്റെ ഒരു സാമീപ്യമൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ കാര്യമായി ഒന്നും തന്നെ കൃഷി ചെയ്യാനാത്ത അവസ്ഥയിലാണ് അവിടുത്തെ ആൾക്കാർ. പക്ഷേ അതെല്ലാം മറന്ന് ഈ കുട്ടിയാനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചതിന് ശേഷം അവർ ഒരുമിച്ച് പോലീസും വനം വകുപ്പും ഒക്കെയായി സഹകരിക്കുകയും ചെയ്തു. വാഹനങ്ങൾ കയറ്റിവിടുന്നതിനും കടത്തിവിടുന്നതിനും ഈ ആനയെ മുകളിലേക്ക് ഓടിക്കുന്നതിനും ഒക്കെ നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകുന്നു. മാത്രമല്ല നമുക്കറിയാം, ഒരു നാട്ടിൻ പുറത്താകുമ്പോൾ സ്വാഭാവികമായി ഒരു വന്യജീവിയാണെങ്കിൽ പോലും പലപ്പോഴും അതിനോടൊരു സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഒരു കുട്ടിയാനായിട്ടുള്ള ആ ഒരു സ്നേഹപ്രകടനവും നമുക്കവിടെ കാണാനായി. എന്തായിരുന്നാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പനുസരിച്ചാണെങ്കിൽ ഇനി കാട്ടാനശല്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഈ ഫെൻസിങ്ങും മറ്റും സ്ഥാപിക്കുന്നതിന്, പ്രത്യേകിച്ച് ഹാങ്ങിങ് ഫെൻസിങ്ങും മറ്റും സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകും. താൻ ഇനി ആദ്യം ഒപ്പുവയ്ക്കുന്ന ഫയൽ അതായിരിക്കും എന്നാണ് റേഞ്ച് ഓഫീസർ നൽകിയത്. ഈ ഒരു വാക്ക് റേഞ്ച് ഓഫീസർ പറഞ്ഞത്, ഈ ഒരു വാക്ക് വിശ്വസിച്ചാണ് ആളുകൾ പ്രതിഷേധം അവസാനിപ്പിച്ച് പോയതും. എന്തായിരുന്നാലും വയനാട്ടിൽ കഴിഞ്ഞ ദിവസം അജീഷിൻ്റെ മരണം, വീണ്ടും ഇതാ പോൾ എന്നയാളുടെ മരണം, ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു അനിഷ്ട സംഭവം എന്തായിരുന്നാലും ഈ കോതമംഗലം, കോടനാട് അല്ലെങ്കിൽ ഇല്ലിത്തോട് മേഖലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും അങ്ങനെ തങ്ങൾക്കും സംഭവിച്ചുകൂടെ എന്നുള്ള ചോദ്യമാണ്. വലിയൊരു ആശങ്കയും പേടിയും അതുമായി ബന്ധപ്പെട്ടുള്ള രോഷമൊക്കെയാണ് ജനങ്ങൾ അവിടെ നിന്നും കാണിച്ചത്.